ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് രാജസ്ഥാനിലെ ജോധ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോട്ടയാണ് കാണാൻ പോകുന്നത്. ഈ നേരെ കാണുന്ന കോട്ടയാണ് മെഹ്റാൻഗഡ് കോട്ട. ഇതാണ് കാണുന്നത്. ജോധ്പൂർ ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ മാറി ഒരു കുന്നിൻ മുകളിലായാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഉള്ള ഈ പാർക്കിങ്ങിലേക്ക് ഞങ്ങളെ സെക്യൂരിറ്റിക്കാരൻ തിരിച്ചുവിട്ടു. ഇവിടെ ഈ പ്രദേശങ്ങളിലെല്ലാം കാണുന്നത് പോലുള്ള ഈ ചെങ്കല്ല് കല്ല് നിറത്തിലുള്ള ഈ കല്ലുപാകിയ വിശാലമായ കാർ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ഞങ്ങൾ കോട്ട കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. മെഹ്റാൻഗഡ് കോട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയതും മഹത്തായ കോട്ടകളിൽ ഒന്നുമാണ്. 400 അടി ഉയരമുള്ള ഈ പാറക്കുന്നിന് മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന കവാടം കടന്ന് നമ്മൾ കോട്ടയ്ക്ക് അകത്തേക്ക് കടക്കണം. ഈ കോട്ടയ്ക്കൊരു പ്രത്യേകതയുള്ളത്, ഇതുപോലെ 7 കവാടങ്ങളുണ്ട്. ഈ കവാടങ്ങൾക്കെല്ലാം ഓരോ പേരും ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ രാജാവ്. ഈ കവാടം ജയ്പൂർ, ബിക്കാനീർ എന്നീ രാജാക്കന്മാരുമായുള്ള യുദ്ധത്തിൽ വിജയം ആഘോഷിക്കാൻ 1806 മഹാരാജ മാൻസിംഗ് നിർമ്മിച്ച ജയ്പൂർ കവാടമാണ്. ഇതുപോലെ 7 കവാടങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ 7 കവാടത്തിനും ഓരോ പേരും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇതിനെ വിജയ്പോൾ കവാടമെന്നും ഫത്തേപോൾ, ലോകാപോൾ എന്നിങ്ങനെ പേരുകളാണ് ഈ കവാടത്തിനുള്ളത്. ഈ വിശാലമായ തുറസായ മുറ്റങ്ങളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പൂന്തോട്ടങ്ങളുമെല്ലാം ഉള്ള ഒരു സമ്പന്നമായ കോട്ടയാണിത്. ഈ കോട്ട ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ സമ്പന്നമായ സംസ്കാരത്തെയും ചരിത്രത്തെയും എല്ലാം പ്രതിനിധീകരിക്കുന്ന കോട്ടകളിലൊന്നാണ്. ഈ കോട്ടയ്ക്കകത്ത് ചാമുണ്ട മാതാജി ക്ഷേത്രവുമുണ്ട്. ഈ കോട്ടയെ മെഹ്റാൻഗഡ് കോട്ട എന്ന് പറയുന്നത്, മെഹർ എന്നാൽ സൂര്യനെന്നും ഹെർഗ് എന്നാൽ കോട്ട എന്നാണ് സംസ്കൃത പദത്തിൽ അർത്ഥം വരുന്നത്. അതുകൊണ്ട് സൂര്യൻ്റെ കോട്ട, മെഹ്റാൻ കോട്ട എന്നും അറിയപ്പെടുന്നു. ഇവിടെ നിന്ന് നമ്മൾ താഴത്ത് ജോധ്പൂർ ടൗണാണ് കാണുന്നത്. ഈ നീലനഗരി എന്നാണ് ജോധ്പൂർ ടൗണിനെ വിശേഷിപ്പിക്കുന്നത്. ഈ വീടുകളെല്ലാം തന്നെ നീല പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്, ശ്രദ്ധിച്ചാൽ അറിയാം. അതുകൊണ്ട് ജോധ്പൂർ ടൗണിനെ നീലനഗരി എന്നുള്ള ഒരു പേരും നിലനിൽക്കുന്നുണ്ട്. ഈ കോട്ട 1459 റാത്തോർ വംശത്തിലെ രജപുത്ര രാജാവായ റാവു ജോധയാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലെ മഹാരാജ റാവു ജോധയുടെ പിൻഗാമികൾ മഹാരാജ ജസ്വന്ത് സിംഗിൻ്റെ കാലത്താണ് ഇത്. 1600-കളിലാണ് ഈ കോട്ടയുടെ പണി പൂർണ്ണമായും പൂർത്തീകരിച്ചിരിക്കുന്നത്. സങ്കീർണമായ കൊത്തുപണികളാൽ വളരെയധികം മനോഹരമായ ഒരു കോട്ടയാണ്. ഇവിടെ ഇപ്പോഴും താഴത്തെല്ലാം പുതിയ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. ഇതാണ് കോട്ടയുടെ ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ. പുതിയ കൺസ്ട്രക്ഷൻ താഴത്ത് ഇരുമ്പ് ഫാബ്രിക്കേഷനിൽ അവിടെ താഴത്തെല്ലാം നടക്കുന്നുണ്ട്. ഇന്നും ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എപ്പോഴും വിദേശ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ജോധ്പൂരും ഇതുപോലെയുള്ള കോട്ടകളും മറ്റും കാണാൻ. ഇന്നും വിദേശ ടൂറിസ്റ്റുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ താഴത്ത് നടക്കുന്ന നിർമ്മിതികൾ. ഇരുമ്പ് ഫ്രെയിം ഉണ്ടാക്കി അതിൻ്റെ മുകളിലാണ് ഇവിടെ കിട്ടുന്ന ഈ പ്രത്യേക തരം കല്ല് പാവി അടക്കി വെച്ചിട്ടുള്ള ബിൽഡിംഗ് പണി നടക്കുന്നത്. ടൂറിസ്റ്റുകളെല്ലാം കൂട്ടം കൂടി കോട്ടയെപ്പറ്റിയും അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും സംസാരിച്ച് നിൽക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ പുതിയ ബിൽഡിംഗ് പണി എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് നോക്കാം. ഈ കോട്ടയിൽ എല്ലാ വർഷവും
രാജസ്ഥാൻ ഇൻ്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. സംഗീതവും നൃത്തവും ഇവിടെ നടക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ കൺസ്ട്രക്ഷൻ. ഇരുമ്പ് ഫാബ്രിക്കേഷൻ മേൽ ആണ് ഈ റൂഫുകളെല്ലാം തന്നെ ഇവിടെ താഴത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മാർബിൾ പീസുകളെല്ലാം അടക്കി വെച്ചാണ് ഫ്ലോറുകൾ അവർ നിർമ്മിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് ഇവിടെ നിർമ്മിക്കുന്നത് എന്നറിയില്ല. ഇതാണ് ഇവിടുത്തെ ഒരു നിർമ്മാണ രീതി. ഇതുമെല്ലാം കണ്ട് ഇന്ന് അടുത്ത കോട്ട, ഇവിടെ കോട്ടകളുടെ നഗരമാണ്, അതും കാണണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.